മദ്രസ നമ്മൾ കണ്ടിട്ടില്ലേ ഇതിന് ഇല്ലേ? ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോഴേ നടക്ക് നമ്മളിങ്ങനെ പോകുമ്പോഴേ ഈ മദ്രസയുടെ അല്ലെങ്കിൽ അവിടെ എത്തിയാൽ ഒരു ഹമ്പുണ്ട്. എന്താ ഹമ്പ് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യൽ എങ്ങനെ വേണം? ഓടാൻ പറ്റില്ല. ഓടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇല്ലേ ഇവിടെ നോക്കിയേ, ഇവിടെ അവിടെ രണ്ട് ഹമ്പുണ്ട്. എന്താ ഹമ്പ് പറഞ്ഞാൽ? ഹമ്പ് പറഞ്ഞാൽ എന്താ? ഒരു തിണ്ട് പോലെ ഇങ്ങനെ ഉണ്ട് ഇല്ലേ? ആ തിണ്ട് എന്തിനുള്ളതാ? ഇങ്ങനെ ഒരു ഒരു വരമ്പ് പോലെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഇല്ലേ? അതെന്തിനുള്ളതാ? നടക്കാനുള്ളതാണോ? എന്തുകൊണ്ടാണ് ഇതവിടെ വെച്ചിരുന്നത്? ആണോ? വെള്ളം വരാതിരിക്കാനാണോ? അല്ല. ഇവിടെ ഉള്ളത് എന്താ? ഇതൊരു മദ്രസയാണ് അല്ലേ? അതേപോലെ ആര് അവിടേക്ക് ആയോ? കുഴഞ്ഞായോ? ഇല്ലില്ല, ആയിട്ടില്ല. മദ്രസയുടെ മുമ്പിലേ ഇവിടെ നോക്കിയേ നിറച്ച് കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ വരുന്ന വണ്ടികൾ സ്പീഡിൽ വന്നാൽ എന്താ ഉണ്ടാവുക? ഇടിക്കും അല്ലേ? അപ്പോൾ ആ വരുമ്പോൾ അവിടെ എന്താ വെച്ചാൽ ആ വണ്ടികളൊക്കെ എന്ത് ചെയ്യും? ബ്രേക്ക് ചവിട്ടും. ബ്രേക്ക് ചവിട്ടിയാൽ ഗിയറൊക്കെ മാറ്റി അവർ സ്പീഡ് കുറയും അല്ലേ? സ്പീഡ് കുറയുമ്പോൾ വന്നാൽ അവർ വേഗം ബ്രേക്ക് ചവിട്ടിയാലും കുട്ടികളുടെ മേത്തൊന്നും ഇങ്ങോട്ട് ഇറങ്ങിക്ക്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, കുട്ടികളുടെ മേത്തൊന്നും എന്താവില്ല, തട്ടില്ല അല്ലേ? അതിന് വേണ്ടിയാണ് അവിടെ എന്തിട്ടിട്ടുള്ളത്? വരമ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വരമ്പ് ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ അല്ലേ? മദ്രസയുടെ സ്കൂളിൻ്റെ ഒക്കെ മുമ്പിൽ റോഡ് സൈഡിൽ സ്കൂളൊക്കെ ഉണ്ട്. അതേപോലെ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ടാവും, വലിയ ബോർഡ് കണ്ടിട്ടുണ്ടോ? ഈ സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ട്. വണ്ടികൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോവാം. സ്കൂളിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? അതെന്തിനുള്ളതാ? കുട്ടികൾ ചിലപ്പോൾ അന്തല്ലാണ്ട് ഓടി ഇങ്ങോട്ട് ഇറങ്ങും അല്ലേ? അപ്പോൾ വണ്ടികൾ സ്പീഡിൽ വരുമ്പോൾ അവരെന്നെ വേഗം ഇടിച്ചിടും. അപ്പോൾ അങ്ങനത്തെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് വണ്ടികൾ സ്ലോ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് വെച്ചിരുന്നത്? ആ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. ഓക്കെ. ഇനി നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ റോഡിൻ്റെ ഏത് സൈഡിൽ കൂടെ നടക്കുക? ഏത് കൂടെ? വലത്തെ സൈഡിൽ കൂടെ അല്ലേ? നമ്മളിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ കൂടെ? നമ്മുടെ ഏത് സൈഡിൽ കൂടെ നടക്കുക? നമ്മുടെ ഏത് സൈഡിൽ കൂടെ നടക്കുക? അവിടുന്ന് വരുമ്പോഴത്തെ ഇടത്തെ സൈഡ്. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഏത് സൈഡായി? അത് വലത്തെ സൈഡായി ആയില്ലേ? ഏതാ നമ്മുടെ വലത്തെ സൈഡ് പറഞ്ഞത് ഞാൻ? ഏതാ വലത്തെ സൈഡ്? അതെ, ആ സൈഡാണ് അല്ലേ? പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വലത്തെ സൈഡിൽ കൂടെ വേണം നടക്കാൻ. ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? അപ്പുറത്തും ഇപ്പുറത്തും വണ്ടി ഇല്ലേ നോക്കണം. പിന്നെ വലിയ റോഡുകളൊക്കെ വെച്ചാൽ അവിടെ നമുക്ക് എന്തുണ്ടാവും? സീബ്ര ലൈൻ ഉണ്ടാവും അല്ലേ? സീബ്ര ലൈൻ ഉണ്ടോ? വെരി ഗുഡ്. അപ്പോൾ നമ്മൾ സീബ്ര ലൈനിൽ കൂടെ വന്നാൽ വണ്ടിക്കാരെന്താ ചെയ്യേണ്ടത് അറിയോ? അവിടെ ഇരിക്കും. സീബ്ര ലൈന് കാണുമ്പോൾ വണ്ടിക്കാരെന്താ ചെയ്യുക? ബ്രേക്ക് ചവിട്ടും. കാരണം എന്താ? സീബ്ര ലൈന് നമ്മളെപ്പോലെ നടക്കുന്ന ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സീബ്ര നല്ല തിരക്കുള്ള റോഡാണ് വിചാരിച്ചോളൂ. ഇല്ല, വണ്ടി ഇങ്ങനെ ചറപുറേ പോവും അല്ലേ? അങ്ങനെ ആകുമ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തു ചെയ്യും? അവർ പതുക്കെ ആക്കും അല്ലേ? സീബ്ര ലൈന് ബ്രേക്ക് ചവിട്ടി കൊടുക്കും വണ്ടികൾ. അപ്പോൾ സീബ്ര ലൈനിൽ കൂടെ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. മനസ്സിലായുണ്ടോ? ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ?